സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കാവേരി എഞ്ചിൻ വികസിപ്പിച്ച സംഘടന ഏതാണ്? കാവേരി എഞ്ചിൻ വികസിപ്പിച്ചത് DRDO ആണ്. പ്രതിരോധ ഗവേഷണ വികസന സംഘടന, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. കാവേരി എഞ്ചിൻ എന്നാൽ എന്താണ്? DRDOയുടെ കീഴിൽ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് വികസിപ്പിച്ചെടുത്ത ഗ്യാസ് ടർബൈൻ എഞ്ചിനാണ് കാവേരി എഞ്ചിൻ എന്നത്. അപ്പോൾ കാവേരി എഞ്ചിൻ വികസിപ്പിച്ചത് DRDO ആണ്. ടൂറിസം വഴിയുള്ള കാർബൺ പുറന്തള്ളലിൽ ഇന്ത്യയുടെ സ്ഥാനം 3-ാം സ്ഥാനമാണ്. ടൂറിസം വഴിയുള്ള കാർബൺ പുറന്തള്ളലിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമത്തേതാണ്? 3. മനുഷ്യ ബഹിരാകാശ യാത്ര, ബഹിരാകാശത്ത് വെച്ചുള്ള ഉപഗ്രഹങ്ങളുടെ അറ്റകുറ്റപ്പണി, മറ്റ് പ്രോക്സിമിറ്റി പ്രവർത്തനങ്ങൾ തുടങ്ങിയവ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2024 ഡിസംബർ 30 ISRO വിക്ഷേപിച്ച ഇരട്ട ഉപഗ്രഹ ദൗത്യമാണ് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് സ്പെഡെക്സ് എന്നത്. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് സ്പെഡെക്സ് വിക്ഷേപിച്ചത് 2020 ഡിസംബർ 30. മനുഷ്യ ബഹിരാകാശ യാത്ര, ബഹിരാകാശത്ത് വെച്ചുള്ള ഉപഗ്രഹങ്ങളുടെ അറ്റകുറ്റപ്പണി, മറ്റ് പ്രോക്സിമിറ്റി പ്രവർത്തനങ്ങൾ തുടങ്ങിയവ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ISRO വിക്ഷേപിച്ച ഇരട്ട ഉപഗ്രഹ ദൗത്യമാണ് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് അഥവാ സ്പെഡെക്സ് എന്നത്. അടുത്ത ചോദ്യം, ഭാഷാ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനും ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നതിനുമായിട്ട് ഗുജറാത്ത് സർക്കാർ ആരംഭിച്ച പ്ലാറ്റ്ഫോം ഏത് സർക്കാരാണ്? ഗുജറാത്ത് സർക്കാരാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഭാഷാ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനും ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നതിനുമായിട്ട്. പ്ലാറ്റ്ഫോമിന്റെ പേര് സ്വാർ എന്നാണ്. സ്പീച്ച് ആൻഡ് റിട്ടൺ അനാലിസിസ് റിസോഴ്സ്. ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം വിജയിയായത്. ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം വിജയിയായത് കൊനേരു ഹംപിയാണ്. കൊനേരു ഹംപി. ഇന്ത്യയിൽ ഗ്രാമത്തിലെയും നഗരത്തിലെയും ആളോഹരി ചെലവിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ഗ്രാമത്തിലെയും നഗരത്തിലെയും ആളോഹരി ചെലവിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം സിക്കിമാണ്. സിക്കിം. വർഷം 5 ലക്ഷം പേർക്ക് തൊഴിലും 2 ലക്ഷം വിദ്യാർത്ഥികൾക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനവും നൽകുന്ന കേരള നോളജ് ഇക്കോണമി മിഷന്റെ പദ്ധതി. പദ്ധതിയുടെ പേര് വിജ്ഞാന കേരളം. വർഷം 5 ലക്ഷം പേർക്ക് തൊഴിലും 2 ലക്ഷം വിദ്യാർത്ഥികൾക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനവും നൽകുന്ന കേരള നോളജ് ഇക്കോണമി മിഷന്റെ പദ്ധതിയാണ് വിജ്ഞാന കേരളം. മണിക്കൂറിൽ 450 കിലോമീറ്റർ വേഗമുള്ള ഹൈസ്പീഡ് ബുള്ളറ്റ് ട്രെയിനിന്റെ മാതൃക അവതരിപ്പിച്ച രാജ്യം ചൈനയാണ്. 450 കിലോമീറ്റർ വേഗം എന്നത് പ്രത്യേകം ഓർത്തുവെക്കുക. വികസിപ്പിച്ചത് ചൈന. 2024 സന്തോഷ് ട്രോഫി ജേതാക്കളായത്. 2024 സന്തോഷ് ട്രോഫി ജേതാക്കളായത് വെസ്റ്റ് ബംഗാളാണ്. വെസ്റ്റ് ബംഗാൾ. ഇന്ത്യ മ്യാൻമാർ തമ്മിലുള്ള മൾട്ടി മോഡൽ ഗതാഗത പദ്ധതി. കലദാൻ മൾട്ടി മോഡൽ പദ്ധതി. കലദാൻ മൾട്ടി മോഡൽ പദ്ധതി. ഇന്ത്യ മ്യാൻമാർ തമ്മിലുള്ള മൾട്ടി മോഡൽ ഗതാഗത പദ്ധതിയാണ് കലദാൻ മൾട്ടി മോഡൽ പദ്ധതി. കലദാൻ മൾട്ടി മോഡൽ പദ്ധതി എന്താണ്? ഗതാഗത പദ്ധതിയാണ്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ളതാണ്? ഇന്ത്യയും മ്യാൻമാറും തമ്മിലുള്ളതാണ്. 2024 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള IFFK സ്പിരിറ്റോ സിനിമ പുരസ്കാരം ലഭിച്ചത്. സ്പിരിറ്റോ സിനിമ പുരസ്കാരം പായൽ കപാഡിയയ്ക്കാണ്. പായൽ കപാഡിയ. 2024 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള സ്പിരിറ്റോ സിനിമ പുരസ്കാരം ലഭിച്ചത് പായൽ കപാഡിയ. 2024 ജിമ്മി ജോർജ് പുരസ്കാരത്തിന് അർഹനായത്. ജിമ്മി ജോർജ് പുരസ്കാരം 2024 അബ്ദുള്ള അബുബക്കറാണ്. അബ്ദുള്ള അബുബക്കർ. ട്രംപിന്റെ AI ഉപദേഷ്ടാവായിട്ട് നിയമിതനായത്. AI ഉപദേഷ്ടാവ് ശ്രീറാം കൃഷ്ണനാണ്. ശ്രീറാം കൃഷ്ണൻ. സീനിയർ വൈറ്റ് ഹൗസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി ഉപദേശകനായിട്ടാണ് ശ്രീറാം കൃഷ്ണൻ
നിയമിതനായത്? ട്രംപിൻ്റെ AI ഉപദേഷ്ടാവ് അല്ലെങ്കിൽ സീനിയർ വൈറ്റ് ഹൗസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി ഉപദേഷ്ടാവായിട്ട് നിയമിതനായത് ആര് എന്ന് ചോദിച്ചാൽ ശ്രീറാം കൃഷ്ണനാണ്. ലോകം ചുറ്റാൻ പുറപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ വനിതാ യാത്രാ സംഘത്തിന്റെ കപ്പൽ. ലോകം ചുറ്റാൻ പുറപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ വനിതാ യാത്രാ സംഘത്തിന്റെ കപ്പലാണ് INS തരണി. കപ്പലിന്റെ പേര് INS തരണി. തടാകത്തിലെ ജലത്തിന്റെ ഉപരിതല താപനില നിരീക്ഷിക്കാൻ ഇംപാർട്ട് എന്ന ഓപ്പൺ സോഴ്സ് ടൂൾ വികസിപ്പിച്ച സ്ഥാപനം. ഇംപാർട്ട് എന്ന ഓപ്പൺ സോഴ്സ് ടൂൾ വികസിപ്പിച്ചത് IIT ബോംബെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? തടാകത്തിലെ ജലത്തിന്റെ ഉപരിതല താപനില നിരീക്ഷിക്കാനായിട്ട് ഇംപാർട്ട് എന്ന ഓപ്പൺ സോഴ്സ് ടൂൾ വികസിപ്പിച്ച സ്ഥാപനം IIT ബോംബെ. 2024 കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ ഏറ്റവും ഉയർന്ന റാങ്കിംഗ് നേടിയ സർവകലാശാല ഏതാണ്? കുസാറ്റ് ആണ്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല. 2024 കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിലെ ഏറ്റവും ഉയർന്ന റാങ്കിംഗ് നേടിയ സർവകലാശാലയാണ് കുസാറ്റ്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനിയായ LIC നടപ്പിലാക്കുന്ന പദ്ധതി. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനിയായ LIC നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഭീമാ സഖി യോജന പദ്ധതി. പദ്ധതിയുടെ പേര് ഭീമാ സഖി യോജന പദ്ധതി. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് PM ഉഷ എന്നത്. പ്രധാനമന്ത്രി ഉച്ച്തർ ശിക്ഷ അഭിയാൻ. പ്രധാനമന്ത്രി ഉച്ച്തർ ശിക്ഷ അഭിയാൻ PM ഉഷ. കേരളത്തിന്റെ 23ാമത് ഗവർണറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? കേരളത്തിന്റെ 23ാമത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ്. കേരളത്തിന്റെ ഇപ്പോഴത്തെ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. എത്രാമത്തേതാണ്? 23ാമത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. അന്താരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരം. അന്താരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരമാണ് സ്മൃതി മന്ദാന. ISRO ചെയർമാൻ ഡോക്ടർ V നാരായണൻ. ISRO ചെയർമാൻ ഡോക്ടർ V നാരായണൻ. സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ്. സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ. 3 IPL ടീമുകളെ നയിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം. 3 IPL ടീമുകളെ നയിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം ശ്രേയസ് അയ്യർ. ശ്രേയസ് അയ്യർ. മനോരഥം എന്ന കവിതാ സമാഹാരം രചിച്ചത് ആരാണ്? കലാമണ്ഡലം ഗോപിയാണ്. മനോരഥം എന്ന കവിതാ സമാഹാരം രചിച്ചത് കലാമണ്ഡലം ഗോപി. ദേശീയ മഞ്ഞൾ ബോർഡിന്റെ നാഷണൽ ടർമറിക് ബോർഡിന്റെ ആസ്ഥാനം. ദേശീയ മഞ്ഞൾ ബോർഡ് അല്ലെങ്കിൽ നാഷണൽ ടർമറിക് ബോർഡിന്റെ ആസ്ഥാനം നിസാമാബാദാണ്. തെലങ്കാനയില് നിസാമാബാദാണ് ദേശീയ മഞ്ഞൾ ബോർഡ് അല്ലെങ്കിൽ നാഷണൽ ടർമറിക് ബോർഡിന്റെ ആസ്ഥാനം. നിസാമാബാദ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തുന്ന 2024 ഓടക്കുഴൽ പുരസ്കാരം നേടിയത് K. അരവിന്ദാക്ഷനാണ്. ഗോപ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. K. അരവിന്ദാക്ഷന്റെ ഗോപ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തുന്ന 2024 ഓടക്കുഴൽ പുരസ്കാരം നേടിയത് K. അരവിന്ദാക്ഷനാണ്. അദ്ദേഹത്തിന്റെ ഗോപ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. 2025 നടന്ന പ്രഥമ ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. 2025 നടന്ന
പ്രഥമ ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് ക്രിക്കറ്റിലെ ഇന്ത്യൻ ടീമിനെ നയിച്ചത് ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. 2025 അണ്ടർ-19 വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത്. 2025 അണ്ടർ-19 വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത് നിക്കി പ്രസാദ് ആണ്. നിക്കി പ്രസാദ്. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയുടെ വേദി. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. 2025 പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരത്തിന് അർഹയായത്. 2025 പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരത്തിന് അർഹയായത് VM ഗിരിജയാണ്. ബുദ്ധപൂർണിമ എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരത്തിന് അർഹയായത് VM ഗിരിജ. ബുദ്ധപൂർണിമ എന്ന കവിതാ സമാഹാരം ആരുടെ കൃതിയാണ് എന്ന് ചോദിച്ചാൽ VM ഗിരിജയുടേതാണ്. അടുത്ത ചോദ്യം, നെൽ കർഷകരുടെ പ്രയാസങ്ങളും സംഭരണ പ്രശ്നങ്ങളും പഠിക്കാനായിട്ട് നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? VK ബേബി കമ്മിറ്റിയാണ്. VK ബേബി കമ്മിറ്റി. നെൽ കർഷകരുടെ പ്രയാസങ്ങളും സംഭരണ പ്രശ്നങ്ങളും പഠിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് VK ബേബി കമ്മിറ്റി. ഇൻസ്റ്റാഗ്രാം അവതരിപ്പിച്ച പുതിയ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ. എഡിറ്റ്സ്. ഇൻസ്റ്റാഗ്രാം അവതരിപ്പിച്ച പുതിയ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് എഡിറ്റ്സ്. 38ാമത് ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കേരള ടീമിന്റെ പതാക ഏന്തിയത് ആരാണ്? 38ാമത് ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കേരള ടീമിന്റെ പതാക ഏന്തിയത് PS ജീനയാണ്. PS ജീന. നാസയുടെ ആക്ടിംഗ് അഡ്മിനിസ്ട്രേറ്ററായി നിയമിതയായ ആദ്യ വനിത ജാനറ്റ് പെട്രോയാണ്. ജാനറ്റ് പെട്രോ. നാസയുടെ ആക്ടിംഗ് അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിയമിതയായ ആദ്യ വനിതയാണ് ജാനറ്റ് പെട്രോ. 2070 കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുന്നതിനായി ഐസ്ലാൻഡുമായി ധാരണാപത്രം ഒപ്പുവെച്ച ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. 2070 കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുന്നതിനായിട്ട് ഐസ്ലാൻഡുമായിട്ട് ധാരണാപത്രം ഒപ്പുവെച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. കേരളത്തിൻ്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം. കേരള വാർണിംഗ്സ്, ക്രൈസിസ് ആൻഡ് ഹസാർഡ്സ്. കേരളത്തിൻ്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനമാണ് കേരള വാർണിംഗ്സ്, ക്രൈസിസ് ആൻഡ് ഹസാർഡ്സ് മാനേജ്മെന്റ് സിസ്റ്റം, കവചം. 2023-24 സാമ്പത്തിക വർഷത്തിലെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. 2023-24 സാമ്പത്തിക വർഷത്തിലെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് ബ്രസീലാണ്. ഇന്ത്യയുടെ എത്രാമത്തെ സ്ഥാനമാണ്? 7ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. കാപ്പി ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏതാണ്? 7. 1ാം സ്ഥാനം ബ്രസീൽ. 2025 S. ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? SK വസന്തനാണ്. 2025 S. ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തൻ. ഒരു പരമരഹസ്യത്തിന്റെ ഓർമ്മയ്ക്ക് എന്ന പുസ്തകം രചിച്ചത്. പുസ്തകത്തിന്റെ പേര് ഒരു പരമരഹസ്യത്തിന്റെ ഓർമ്മയ്ക്ക്. സാറാ ജോസഫ് ആണ്. സാറാ ജോസഫ്. പുസ്തകത്തിന്റെ പേര് ഒരു പരമരഹസ്യത്തിന്റെ ഓർമ്മയ്ക്ക്. അടുത്തിടെ അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പറക്കുന്ന ടാക്സി പ്രോട്ടോടൈപ്പ്. അടുത്തിടെ അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പറക്കുന്ന ടാക്സി പ്രോട്ടോടൈപ്പാണ് ശൂന്യം. പേര് ശൂന്യം. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരമാണ് വിരാട് കോഹ്ലി.
അടുത്തിടെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച മിസൈൽ ഗാണ്ടീവ. മിസൈലിന്റെ പേര് ഗാണ്ടീവ. ആസ്ട്ര MK3 എന്നറിയപ്പെടുന്ന ഗാണ്ടീവ എന്ന മിസൈലാണ്. ദീർഘദൂര എയർ ടു എയർ മിസൈലാണ് ഗാണ്ടീവ. ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച മിസൈലാണ് ഗാണ്ടീവ ആസ്ട്ര MK3. 2025 മാർച്ചിൽ ഇന്ത്യ സന്ദർശിച്ച ബെൽജിയം രാജകുമാരി പ്രിൻസസ് ആസ്ട്രിഡ്. ടെസ്ലയുടെ ഇന്ത്യയിലെ ആദ്യ ഷോറൂം നിലവിൽ വരുന്നത് എവിടെയാണ്? മുംബൈയാണ്. അടുത്തിടെ മൈക്രോസോഫ്റ്റ് അവതരിപ്പിച്ച ഹെൽത്ത് കെയർ AI ടൂളാണ് ഡ്രാഗൺ കോപൈലറ്റ് എന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പ്ലാനിംഗ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് ഡയറക്ടറായിട്ട് ചുമതലയേറ്റത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പ്ലാനിംഗ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് ഡയറക്ടർ സുമൻ കുമാർ. സംസ്ഥാനത്തെ ആദ്യ ബി പാർക്ക് നിലവിൽ വരുന്നത്. ആദ്യത്തെ ബി പാർക്ക് കൊല്ലത്ത്. സംസ്ഥാന ഡിസൈൻ പോളിസിയുടെ ഭാഗമായ ആദ്യ പദ്ധതിയാണ് ബി പാർക്ക്. റെയിൽവേ മേൽപ്പാലങ്ങളുടെ അടിയിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്ഥലങ്ങൾ ജനസൗഹൃദ മാതൃക പൊതു ഇടങ്ങളാക്കി മാറ്റുന്നതാണ് പദ്ധതി. സംസ്ഥാനത്തെ ആദ്യത്തെ ബി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? കൊല്ലത്താണ്. സംസ്ഥാന ഡിസൈൻ പോളിസിയുടെ ആദ്യത്തെ ഭാഗമാണ് ബി പാർക്ക്. അടുത്തിടെ ആമസോൺ പുറത്തിറക്കിയ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പാണ് ഒസെലോട്ട് എന്നത്. ഇന്ത്യയിലെ ആദ്യ റോഡ് ട്രെയിൻ അവതരിപ്പിച്ചത്. വോൾവോ ട്രക്സ്. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. നിർനിമേഷമായി നിൽക്ക എന്ന നോവലിന്റെ രചയിതാവ് അനിൽ വള്ളത്തോളാണ്. നമ്മൾ നോക്കിയതെല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.